ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപാട് സംശയമുള്ള ഒരു വിഷയത്തെ പറ്റിയിട്ടാണ്. അതായത് ഗർഭസമയത്ത് ആരൊക്കെയാണ് വ്യായാമം ചെയ്യാൻ പാടില്ലാത്തത്, ആർക്കൊക്കെയാണ് വ്യായാമം ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഗർഭകാലത്ത് ഗർഭിണിക്കും അതുപോലെ തന്നെ ഗർഭിണിയുടെ ബന്ധുക്കൾക്കും ഉള്ള ഒരുപാട് സംശയമാണ് ഈ വ്യായാമം ചെയ്താൽ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ, നേരത്തെ പ്രസവം നടക്കുമോ, അതുപോലെ തന്നെ വെള്ളം പൊട്ടുമോ നേരത്തെ തന്നെ, അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊക്കെയുള്ള മറുപടി ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാം. ഗർഭിണി പൂർണ്ണ ആരോഗ്യവതിയാണെങ്കിൽ, അതുപോലെ അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലെങ്കിൽ, അതുപോലെ ഡോക്ടർ നമ്മളോട് ബെഡ് റെസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് ഗർഭത്തിൻ്റെ ഏത് ഘട്ടത്തിലും വ്യായാമം ചെയ്യാം. പക്ഷേ വ്യായാമം ചെയ്യാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ കൂടിയുണ്ട്. അത് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രഗ്നൻസിയിൽ 1, 2, 3 മാസങ്ങളിൽ, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അബോർഷനോ അല്ലെങ്കിൽ മിസ്കാരേജോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ, അതല്ലെങ്കിൽ നമുക്കിപ്പോൾ വജൈനൽ ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ ആദ്യത്തെ 3 മാസം വ്യായാമം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നീടുള്ള മാസങ്ങളിൽ നമുക്ക് ഡോക്ടറുമായിട്ട് സംസാരിച്ച ശേഷം വേണമെന്നുണ്ടെങ്കിൽ തുടരാം. അതല്ലാതെ ആദ്യത്തെ 3 മാസം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ സ്കാനിങ്ങിൻ്റെ സമയത്ത് പ്ലാസൻ്റ ഒരുപാട് താഴെയാണെന്ന് റിപ്പോർട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടർ നമ്മളോട് പറയുകയാണ് പ്ലാസൻ്റ താഴെയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ പറയുന്ന സന്ദർഭത്തിലും, അതുപോലെ തന്നെ അമ്മയ്ക്ക് വിളർച്ചയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്തും നമ്മൾ വ്യായാമം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വ്യായാമം ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ളൊരവസ്ഥയ്ക്ക് ഉത്തമം. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ വായ്മുഖമായിട്ടുള്ള സെർവിക്സിന് നീളം കുറവാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വേദനയൊന്നും ഇല്ലാതെ തന്നെ ഗർഭം അലസിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റൊക്കെ ആണെങ്കിൽ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കും നമ്മൾ വ്യായാമം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ നമുക്ക് BP കൂടുതലാണെങ്കിൽ, അതിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഈ സന്ദർഭങ്ങളിൽ വ്യായാമം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും, നമുക്ക് ലങ് ഡിസീസസ് എന്തെങ്കിലും ഉള്ളവരാണെങ്കിലും നമ്മൾ വ്യായാമം ഒഴിവാക്കുന്നത് തന്നെയാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് നല്ലത്. അതുപോലെ തന്നെ ട്രിപ്ലെറ്റ്സോ ട്വിൻസോ ആണെങ്കിലും നമ്മൾ വ്യായാമം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ തന്നെ ട്വിൻസോ ട്രിപ്ലെറ്റ്സോ ആണെങ്കിലും നമുക്ക് നേരത്തെ ഉള്ള പ്രസവത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ വ്യായാമം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത വീണ്ടും കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ വ്യായാമം ഒഴിവാക്കുന്നത് തന്നെയാണ് ഉത്തമം. അതുപോലെ തന്നെ നമുക്ക് ഗർഭത്തിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല, നമ്മൾ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും നമുക്ക് ചില സാഹചര്യങ്ങൾ വന്നാൽ വ്യായാമം ചെയ്യുന്നത് കുറയ്ക്കുകയോ അല്ലെങ്കിൽ നിർത്തേണ്ടയോ സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫ്ലൂയിഡ് ലീക്കേജ് എന്തെങ്കിലും ഉണ്ടാകുവാണെങ്കിൽ, വജൈനൽ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടാകുവാണെങ്കിൽ, നെഞ്ചുവേദന, അതുപോലെ തന്നെ കണങ്കാലിൽ വേദനയോ നീരോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ, പിന്നെ തലവേദന വരുവാണെങ്കിൽ, അതുപോലെ തന്നെ തലചുറ്റലോ കിതപ്പോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ, ഈ തലചുറ്റലോ കിതപ്പോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണുക, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറയുക. അപ്പോൾ ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മളോട് വ്യായാമം ചെയ്യാൻ പറയും, ചിലപ്പോൾ ചെയ്യേണ്ടെന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ വ്യായാമം ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭം എന്ന് പറഞ്ഞാൽ, നമുക്ക് യാതൊരുവിധ ശാരീരിക ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യാൻ നമുക്ക് പേടിയാണ്, എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുമോ, അങ്ങനെ പേടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് വ്യായാമം ചെയ്യാവുന്നതാണ്. വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാണ്ടിരുന്നാൽ നമുക്ക് കിട്ടേണ്ട ആ കാര്യങ്ങളൊന്നും നമ്മുടെ ശരീരത്തിന് കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഡോക്ടറാണ് കാണിക്കുന്നത്, ഡോക്ടറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വ്യായാമം തുടങ്ങാം.
അതുപോലെ തന്നെ മറ്റൊരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കിട്ടിയ പ്രഗ്നൻസി ആണ് ഇതെങ്കിൽ, അതുപോലെ തന്നെ മുൻപത്തെ പ്രഗ്നൻസിയിൽ നമുക്ക് ബ്ലീഡിങ്ങോ കാര്യങ്ങളോ അബോർഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി നമുക്കത് പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രഗ്നൻസിയിൽ നമുക്ക് യാതൊരുവിധ ദോഷങ്ങളും ഇല്ലെങ്കിലും നമ്മൾ പേടിച്ചിട്ട് ഇനിയിപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും അബോർഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ ബ്ലീഡിങ് ഉണ്ടാകുമോ എന്നൊക്കെ ഈ പ്രഗ്നൻസിയിൽ പേടിച്ച് നമ്മൾ വ്യായാമം ചെയ്യാതിരിക്കുന്നവരാണെങ്കിലും നമ്മൾ ഡോക്ടറോട് ചോദിച്ച ശേഷം നമുക്ക് നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു വ്യായാമം ചെയ്യാനോ അല്ലെങ്കിൽ നടക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ വ്യായാമം മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നമുക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.